ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ KR ജയന്താണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. AKM അഷ്റഫാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. K സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 2000-നും 4000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ AKM അഷ്റഫ് അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ഷാനവാസ് പാദൂറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കലന്ദ്ര മാഹിൻ ഹാജിയാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി. ML അശ്വിനിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 12,000-നും 15,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി കലന്ദ്ര മായിൻ ഹാജി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ഉദുമ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ഉദുമ നിയോജക മണ്ഡലത്തിൽ CH കുഞ്ഞമ്പു ആണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. K നീലകണ്ഠൻ ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. മനുലാൽ മേലോത്ത് ആണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ CH കുഞ്ഞമ്പു 5,000-നും 8,000-നും വോട്ടിൻ്റെ ലീഡോട് കൂടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ഷൈജി ഒറ്റപ്പള്ളിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. M ബലരാജാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 10,000-നും 15,000-നും വോട്ടിൻ്റെ ലീഡോട് കൂടി LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലം. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് PP മുസ്തഫയാണ് മത്സരിക്കുന്നത്. സന്ദീപ് വാര്യർ UDFിൻ്റെ സ്ഥാനാർത്ഥിയും രവി കുളങ്ങര അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ഏകദേശം 9,000-നും 13,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ VPP മുസ്തഫ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ 3 സീറ്റിൽ LDFും 2 സീറ്റിൽ UDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ടാലി തന്നെയാണ് ഇപ്രാവശ്യവും വരുന്നത്. ഇപ്പോഴത്തെ ടാലി നോക്കുമ്പോൾ ഏകദേശം 72 സീറ്റിൽ LDFും 54 സീറ്റിൽ UDFും വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമാണ്, അവസാനത്തെ മണ്ഡലം. ഇപ്പോൾ 72 സീറ്റിൻ്റെ ലീഡ്, അതായത് ഭരിക്കാനുള്ള ലീഡ് LDFിന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത തിരുവനന്തപുരം മണ്ഡലത്തിലെ എക്സിറ്റ് പോൾ ഫലം കൂടി കൂട്ടുമ്പോൾ LDFിന് എത്ര സീറ്റ് കിട്ടും, UDFിന് എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.